മഴതോറും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ തന്റെ അധികാരം പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഹാളിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന് മുന്നിലായി തല കുനിച്ച് കുറ്റവാളികളെ പോലെ മക്കളായ ബബിതയും രോഹിതും തൊട്ടപ്പുറത്ത് മുഖത്ത് ഒട്ടും കൂസലില്ലാതെ എന്നാൽ ഉള്ളിൽ ഭയത്തിന്റെ വിത്തുകൾ മുളച്ചു തുടങ്ങിയ ഭാവത്തോടെ വൈജയന്തിയും നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രന്റെ കണ്ണുകളിൽ തീക്ഷ്ണമായ ഒരു തിളക്കമുണ്ടായിരുന്നു. അത് വർഷങ്ങളായി ഉള്ളിലൊതുക്കിയ സങ്കടങ്ങളുടെയും ഇപ്പോൾ ലഭിച്ച ധൈര്യത്തിന്റെയും പ്രതിഫലനമായിരുന്നു. അദ്ദേഹം തന്റെ മക്കളെ നോക്കി. രോഹിത്തിന്റെ മുഖത്ത് അച്ഛനോടുള്ള അമർഷം വ്യക്തമായിരുന്നു. എന്നാൽ ബബിത ഭയന്നാണ് നിൽക്കുന്നത്. നിങ്ങളോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. ബാലചന്ദ്രന്റെ ശബ്ദം ഗാംഭീര്യത്തോടെ മുഴങ്ങി. ഈ വീട്ടിൽ നിങ്ങളെ വളർത്താനും നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതും ആരാണ്? ആ ചോദ്യം ഒരു ചാട്ടവാറടി പോലെയാണ് ആ ഹാളിൽ വീണത്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിനു മുന്നിൽ പതറിപ്പോയ ബബിതമല്ലേ പറഞ്ഞു. അത് അച്ഛൻ തന്നെയാണ്. അവളുടെ ശബ്ദം നേർത്തതായിരുന്നു. എന്നാൽ രോഹിത് മൗനം പാലിച്ചു. അവന്റെ ഉള്ളിൽ ബാലചന്ദ്രനോടുള്ള ദേഷ്യം അണപൊട്ടി നിൽക്കുകയായിരുന്നു. ബാലചന്ദ്രൻ വിട്ടില്ല. അദ്ദേഹം തുടർന്നു. ഈ വീട്ടിൽ ഒരു ആക്രമണം നടന്നപ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുക മാത്രമല്ല, അതിന് കൂട്ടുനിൽക്കുക കൂടിയല്ലേ നിങ്ങളെല്ലാവരും ചെയ്തത്. വൈജയന്തിയുടെ കൂടെ ചേർന്ന് അലീനയെ ദ്രോഹിക്കാൻ നിങ്ങൾ മത്സരിക്കുമായിരുന്നില്ലേ? നിങ്ങളോട് ആ കുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? അദ്ദേഹം അലീനയെ ചൂണ്ടിക്കാട്ടി. ഭയന്ന് വിറച്ച് ഒരു തൂണിന്റെ മറവിൽ നിൽക്കുമായിരുന്നു അലീന. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ ചോദിച്ചിരുന്നു, അലീനയുടെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന്. നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കഴുകിത്തരാനും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ച് വിളമ്പിത്തരാനും നിങ്ങളുടെ വസ്ത്രങ്ങൾ തേച്ചു തരാനും അലീനയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ വീട്ടിൽ വേറെ ആരെങ്കിലും ഇത്രയധികം ആത്മാർത്ഥതയോടെ ഇത്രയധികം വൃത്തിയായിട്ടൊരു ജോലി ചെയ്തിട്ടുണ്ടോ? ബാലചന്ദ്രൻ വൈജയന്തിയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ പുച്ഛം നിറഞ്ഞിരുന്നു. നിങ്ങളുടെ അമ്മ ഇത് വല്ലതും ചെയ്തു തന്നിട്ടുണ്ടോ? മക്കളെ, നിങ്ങൾ പറയൂ. ബബിത തല താഴ്ത്തിക്കൊണ്ട് ഇല്ലാന്ന് പറഞ്ഞു. ബാലചന്ദ്രൻ തന്റെ വാക്കുകൾക്ക് മൂർച്ച കൂട്ടി. വൈജയന്തിയുടെ മുഖത്തെ അഹങ്കാരത്തെ തകർക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നിങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടിയിരുന്നത്? എന്നെയോ അതോ നിങ്ങളുടെ അമ്മയോ? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രൂപയെങ്കിലും നിങ്ങളുടെ അമ്മ മുടക്കാറുണ്ടോ? എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ടോ? മറുപടിയില്ല. സത്യം എല്ലാവർക്കും അറിയാം. അവൾ വലിയ ബാങ്ക് ഉദ്യോഗസ്ഥയാണ്. ബാങ്കിൽ നിന്നും കിട്ടുന്ന ലക്ഷങ്ങളുടെ ശമ്പളം അവളുടെ അക്കൗണ്ടിൽ സുരക്ഷിതമാണ്. അവളുടെ ബാങ്ക് ബാലൻസ് കൂടുന്നതിനനുസരിച്ച് അവളുടെ തലയ്ക്ക് മീതെയുള്ള അഹങ്കാരവും കൂടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? ബാലചന്ദ്രൻ മക്കളെ സ്നേഹത്തോടെയും എന്നാൽ താക്കീതോടെയും ഉപദേശിച്ചു. മക്കളെ, ഇനിയെങ്കിലും നിങ്ങൾ എൻ്റെ ഒപ്പം ഒന്ന് നിൽക്ക്. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പല ദോഷങ്ങളും സംഭവിക്കും. അന്ന് ഞാൻ മക്കളാണെന്നൊന്നും നോക്കില്ല. എന്നിട്ട് അദ്ദേഹം വൈജയന്തിക്ക് നേരെ തിരിഞ്ഞു. ഒരു സിംഹം ഇരയെ നോക്കി നിൽക്കുന്നത് പോലെ അദ്ദേഹം അടുത്തു ചെന്നു. പിന്നെ നിന്റെ പൊന്നാങ്ങളെയും അവന്റെ മോനും കൂടി ഇങ്ങോട്ടേക്ക് വന്നിരുന്നല്ലോ അലീനയെ പിടിച്ചു പുറത്താക്കാനേ. ആ ചെക്കന്റെ ചെകിടത്ത് അലീന ഒരെണ്ണം കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് അവൻ തിരികെ കൈ പൊക്കാൻ പറ്റിയില്ലല്ലോ. അത് കേട്ട് വൈജയന്തിക്ക് അരിശമടക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാരെ തടഞ്ഞതുകൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇവളുടെ ചെകിടം അവരന്ന് അടിച്ചു പൊട്ടിച്ചേനെ. ഞാനും ഒരെണ്ണം കൊടുക്കേണ്ടതായിരുന്നു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. ബാലചന്ദ്രൻ വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. തൊട്ടുപോകരുത്. നീ അലീനയെ തൊട്ടുപോകരുത്. നിന്റെ കൈ അലീനയുടെ നേർക്കെങ്ങാനും ഉയർന്നു കഴിഞ്ഞാൽ അത് പിന്നെ താഴില്ല. ബാലചന്ദ്രൻ വീണ്ടും മക്കളിലേക്ക് തിരിഞ്ഞു. ഇതൊരു അന്തിമ വിധി പ്രസ്താവന പോലെയായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അലീനയുടെ സേവനം വേണോ വേണ്ടയോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞില്ലല്ലോ. എന്നാ കേട്ടോളൂ, ഇനി അലീനയുടെ സേവനം നിങ്ങൾക്ക് ലഭിക്കില്ല. നിങ്ങളുടെ തുളി കഴുകാനും റൂം വൃത്തിയാക്കാനും ഇനി അലീന വരില്ല. അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നാരമ്മയോട് പറയണം. അത് കേട്ട് വൈജയന്തി ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. അമ്മയുടെ ശമ്പളത്തിൽ നിന്നും പണം മുടക്കിയിട്ട് വേറൊരു ജോലിക്കാരിയെ വെക്കാൻ പറയണം. ഇനി അലീന ഇവിടുത്തെ ജോലിക്കാരിയല്ല. അവളെ ഹോം നേഴ്സ് ആക്കാമെന്ന് ആരും കരുതണ്ട. അമ്മയുടെ അസുഖം മാറി, നിങ്ങളുടെയും അസുഖം മാറി. ഇനി ആരെ നോക്കാനാണ് ഒരു ഹോം നേഴ്സ്? ബാലചന്ദ്രൻ വൈജയന്തിയുടെ അടുത്തേക്ക് നടന്നു. വാക്കുകളൊക്കെ നീ സൂക്ഷിച്ച് ഉപയോഗിക്കണം വൈജയ്. അലീനയുടെ സ്വഭാവം നിന്റേതുപോലെയല്ല. നീ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നും അലീന ചെയ്യില്ല. നിന്റെ കുടുംബക്കാർ ചെയ്യുന്നത് പോലെ അവളെ നീ കാണരുത്. പിന്നെ നിന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. ആരെ എവിടെ നിർത്തണമെന്ന് എനിക്ക് നന്നായിച്ചറിയാം. തുടർന്ന് ആരും പ്രതീക്ഷിക്കാത്ത ആ നിമിഷം വന്നെത്തി. ബാലചന്ദ്രൻ അലീനെ കൈകാട്ടി വിളിച്ചു. അലീന മോളെ, നീ ഇങ്ങോട്ടൊക്കൊന്ന് വന്നേ. അലീന ഭയത്തോടെ എന്നാൽ അവിശ്വസനീയതയോടെ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. വൈജയന്തിയുടെയും മക്കളുടെയും കണ്ണുകൾ അലീനയിൽ തന്നെ തറച്ചു നിന്നു. ബാലചന്ദ്രൻ അലീനയുടെ തോളിൽ കൈവച്ചു. ഒരച്ഛന്റെ വാത്സല്യം ആ സ്പർശനത്തിൽ ഉണ്ടായിരുന്നു. മോളെ, നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഈ വീട്ടിൽ നീ ഒരു ജോലിയും ചെയ്യേണ്ട എന്ന്. അടുക്കളയിൽ കയറി കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിനക്കുള്ള ഭക്ഷണം നീ ഉണ്ടാക്കുക. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം അത് നിന്റെ കൈകൊണ്ട് തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമാണ്. ബാലചന്ദ്രൻ മകളെ നോക്കി പറഞ്ഞു.
ഇവിടെയുള്ള മറ്റാർക്കും അലീന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. മാത്രവുമല്ല, ഇവരെ പാചകം പഠിപ്പിക്കാനും നീ സഹായിക്കണം മോളെ. അല്ലെങ്കിൽ ഇവർക്ക് അമ്മയുടെ കൈപുണ്യം മാത്രമേ കിട്ടൂ. നിന്റെ ബ്രിജിത്ത മമ്മി നിന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഇനി മുതൽ നിനക്ക് ഞാൻ ശമ്പളം തരില്ല. അത് കേട്ടപ്പോൾ വൈജയന്തിയുടെ കണ്ണ് തള്ളിപ്പോയി. ശമ്പളം നിർത്തിയോ? അപ്പോ അവളെ പുറത്താക്കുകയാണോ? എന്നാൽ ബാലചന്ദ്രൻ പറഞ്ഞു, എന്തിനാ മോളെ നിനക്ക് ശമ്പളം? ജോലിക്കാരിയാണെങ്കിൽ മാത്രമല്ലേ ശമ്പളം നൽകേണ്ടതുള്ളൂ. അലീന ഇനി എന്റെ മകളാണ്, ബാലചന്ദ്രന്റെ മൂത്ത മകൾ. അച്ഛനും മകളും തമ്മിൽ ശമ്പളത്തിന്റെ കണക്കൊന്നുമില്ലല്ലോ. ഈ പ്രഖ്യാപനം ആ വീടിന്റെ ചുവരുകളെ പോലും ഞെട്ടിച്ചു കളഞ്ഞു. ഒരു ജോലിക്കാരിയെ സ്വന്തം മകളായി പ്രഖ്യാപിക്കുന്ന ഗൃഹനാഥൻ. അലീന എനിക്ക് ആരാണെന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം കാണും. ഒരു ജോലിക്കാരിയെ റിസോർട്ടിലേക്ക് കൊണ്ടുപോയി താമസിപ്പിച്ച് തിരികെ കൊണ്ടുവരുമ്പോൾ പലരും പലതും പറയും. പക്ഷേ എന്റെ ചേതോ വികാരം എന്താണെന്ന് കൃഷ്ണമോൾക്കും നിന്റെ അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലീന ഇനി ബാലചന്ദ്രന്റെ മകളാണ്, ബാലചന്ദ്രന്റെ മൂത്ത മകള്. എന്റെ സ്വത്തിനും എന്റെ സ്നേഹത്തിനും എന്റെ മറ്റു 3 മക്കൾക്കുള്ള അതേ അവകാശം തന്നെയാണ് ഇനി അലീനക്കും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം തുടർന്നു, ഈ വീടിന്റെ പൂർണ്ണ അധികാരം ഞാൻ അലീനക്ക് നൽകുകയാണ്. എന്റെ മക്കളായ ബബിതയെയും രോഹിത്തിനെയും നേർവഴിക്ക് നടത്താനുള്ള അവകാശം അവൾക്ക് ഞാൻ കൊടുത്തു. വൈജയന്തിയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അത് വിട്ടുകളഞ്ഞ കേസാണ്. പക്ഷേ മക്കളെ, നിങ്ങളെ നിയന്ത്രിക്കാൻ അവൾക്ക് അധികാരമുണ്ട്. ഇതെല്ലാം കേട്ടുനിന്ന രോഹിത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കാര്യങ്ങൾ. അച്ഛൻ തങ്ങളെ തഴഞ്ഞ് ഒരു ജോലിക്കാരിയെ തലയിൽ കയറ്റി വെക്കുന്നു. അവൻ പല്ലുകൾ കടിച്ചമർത്തി ദേഷ്യം കൊണ്ട് അവന്റെ ശരീരമൊക്കെ വിറച്ചു. ഇനി ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്തവർക്ക് ഇവിടെ നിൽക്കണമെന്നില്ല, അവർക്ക് പോവാം. ബാലചന്ദ്രൻ അലസമായി പറഞ്ഞുകൊണ്ട് പടികൾ മുകളിലേക്ക് കയറിപ്പോയി. അദ്ദേഹത്തിന്റെ ആ വരികൾ രോഹിത്തിനെയാണ് ലക്ഷ്യം വെച്ചതെന്ന് വ്യക്തമായിരുന്നു. രോഹിത് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി. രോഹിത് മോനെ, നീ എങ്ങോട്ടേക്കാ പോകുന്നത്? വൈജയന്തി പിന്നാലെ വിളിച്ചു ചോദിച്ചു. രോഹിത് ഏട്ടാ. കൃഷ്ണമോളും പിന്നാലെ ഓടിച്ചെന്നു. അച്ഛന് ഭ്രാന്താണ്, രോഹിത് അലറിക്കൊണ്ട് പറഞ്ഞു. കൃഷ്ണമോൾ അവനെ തടയാൻ ശ്രമിച്ചു. വേണ്ടേട്ടാ, ഏട്ടൻ പറയുന്നത് ശരിയല്ല. അച്ഛൻ പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലത്. അച്ഛൻ പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുന്നതാണ് നല്ലത്. ഏട്ടൻ പോവരുത്. പക്ഷേ രോഹിത് അവളെ തള്ളി മാറ്റി. നീ ഒന്ന് പോടി. അവൻ ബൈക്കിൽ കയറിച്ച് അതിവേഗം പുറത്തേക്ക് പാഞ്ഞുപോയി. കൃഷ്ണമോളി നിസ്സഹായായി സങ്കടത്തോടെ നോക്കി നിന്നു. ഉമ്മറത്തു നിൽക്കുന്ന വൈജയന്തിയുടെ മനസ്സിൽ തീയായിരുന്നു. മക്കളെ പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ടതിനെ ബാലചന്ദ്രൻ ഇവളെ ദത്തെടുത്തിരിക്കുന്നു. ഇത് വെറും നാടകമാണോ അതോ സത്യമായിരിക്കോ? ആർക്കും അറിയാത്ത മക്കളില്ലാത്തത് കൊണ്ടല്ലേ 3 ഇവിടെയുള്ളപ്പോൾ എന്തിനാണ് ഒരെണ്ണത്തിനെയും കൂടി ദത്തെടുത്തത്? വൈജയന്തി സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. രംഗങ്ങൾ മാറുമ്പോഴും വൈജയന്തിയുടെ പക കെട്ടടങ്ങിയിരുന്നില്ല. അവർ നേരെ അടുക്കളയിലേക്ക് പാഞ്ഞു. അലീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബാലചന്ദ്രൻ അവൾക്ക് നൽകിയ പുതിയ പദവികളുടെ അമ്പരപ്പിലായിരുന്നു അവൾ. എവിടെയാണ് അവൾ, ആ അലീന, എന്റെ ബാലചന്ദ്രനെ മയക്കിയെടുത്തവൾ? വൈജയന്തിയുടെ ശബ്ദം അടുക്കളയിൽ മുഴങ്ങി. അലീന ഭയന്നില്ല, പക്ഷേ അവൾ ജാഗ്രതയോടെ നിന്നു. നീ എന്ത് കണ്ടിട്ടാടി ബാലചന്ദ്രനെ ഇങ്ങനെ മയക്കി വെച്ചിരിക്കുന്നത്? ആരെ പറ്റിക്കാനാണടി നീ ദത്തുപുത്രി നാടകമൊക്കെ? നിന്റെ തള്ളയുടെ സ്വഭാവം തന്നെയായിരിക്കും നിനക്കും. അവളും ഇതുപോലെ മറ്റുള്ളവരൊക്കെ മയക്കി കയ്യിലെടുക്കാൻ മടിക്കുകയായിരുന്നു. എന്നാൽ തന്റെ അമ്മയെക്കുറിച്ചുള്ള അധിക്ഷേപം കേട്ടപ്പോൾ അലീനയുടെ മുഖത്ത് നേർത്തൊരു ചിരി വന്നു. അത് വൈജയന്തിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ശരിയാണ് മാഡം, എന്റെ മാഡം, അമ്മ പറയുന്നത് പോലെ തന്നെയായിരിക്കും. ആ സ്ത്രീ അത്ര നല്ല സ്വഭാവമുള്ളവളാണെന്ന് എനിക്കും തോന്നുന്നില്ല. ചിലപ്പോൾ മാഡത്തിന്റെ അതേ സ്വഭാവം തന്നെയായിരിക്കും അവർക്കും. അലീനയുടെ മറുപടിയിലെ പരിഹാസം വൈജയന്തിക്ക് മനസ്സിലായി. തന്നെ പോലെ മോശമാണ് തന്റെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ താനും മോശമാണെന്ന് പരോക്ഷമായി പറയുകയാണല്ലോ അവൾ. എടി, നീ എന്നോട് മത്സരിക്കാൻ നിൽക്കുവാണോടി? ബാലചന്ദ്രൻ നിന്നെ മകളായി പ്രഖ്യാപിച്ചു എന്ന് കരുതിയിട്ട് നീ വലിയ അഹങ്കാരമൊന്നും കാണിക്കേണ്ട. വൈജയന്തിയുടെ മകളാവണമെങ്കിൽ അതിന് ചില ക്വാളിറ്റീസൊക്കെ വേണം. വൈജയന്തിയുടെ ചോര തന്നെ സിരകളിലോടണം. എന്നാൽ വൈജയുടെ വാക്ക് കേട്ട് അലീന ഒന്നും മിണ്ടിയില്ല. ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ അവൾ വൈജയന്തിയെ നോക്കി നിന്നു. ആ നോട്ടത്തിനു മുന്നിൽ പതിറിയ വൈജയന്തി ദേഷ്യം തീർക്കാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. വൈജയന്തി നേരെ പോയത് മുത്തശ്ശിയുടെ മുറിയിലേക്കാണ്. പുറത്തെ ബഹളമെല്ലാം കേട്ട് വിഷമിച്ചെന്ന് കിടക്കുകയായിരുന്നു മുത്തശ്ശി. എങ്കിലും ബാലചന്ദ്രൻ അലീനയെ മകളായി സ്വീകരിച്ചതിൽ മുത്തശ്ശിയുടെ മനസ്സിൽ വല്ലാത്തൊരാശ്വാസമുണ്ടായിരുന്നു. വൈജയന്തി മുറിയിലേക്ക് കടന്നു വന്നു. എന്താടി, അവിടെ എപ്പോഴും വഴക്കാണല്ലോ? മുത്തശ്ശി ചോദിച്ചു. ഞാൻ അവളെ പൂവിട്ട് പൂജിക്കാം. പുതിയ ദത്തുപുത്രിയെ കൊണ്ടുവന്ന ബാലചന്ദ്രനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? അവളെ ഇവിടുത്തെ മൂത്ത സന്തതിയായിട്ട് അങ്ങ് വാഴിക്കാം. അപ്പോ അമ്മക്കും സമാധാനാവുമല്ലോ. വൈജയന്തി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി ശാന്തമായി പറഞ്ഞു. എടി, നീ ഒന്ന് അടങ്ങ്. ഇത് ബാലചന്ദ്രന്റെ വീടാണ്. ഇവിടെ ഞാനൊരു അഗതിയായിട്ടാണ് കഴിയുന്നത്. നീ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണോ? അമ്മ അഗതിയോ? സ്വന്തം മകളുടെ വീട്ടിലല്ലേ അമ്മ ഇപ്പൊ നിൽക്കുന്നത്? അതേടി, ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ കൂടെ ഞാൻ ഇവിടെ വന്ന് ജീവിക്കുന്നത് തന്നെ ബാലചന്ദ്രന്റെ കാരണം കൊണ്ടല്ലേ. ഞാൻ ഇവിടെ ജീവിക്കാൻ അർഹയാണോ?
അവൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്കൊന്നും ഉത്തരമില്ലായിരുന്നു. അലീന എന്ന പെൺകുട്ടി എന്ത് തെറ്റാണ് ചെയ്തത്? മുത്തശ്ശി തുടർന്നു. നീ പറയുന്നത് കേട്ട ആ കുട്ടിയെ തെറ്റിദ്ധരിച്ചതിൽ എനിക്കും കുറ്റബോധമുണ്ട്. അവളും ബാലചന്ദ്രനും തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഇപ്പോ അവൻ തന്നെ പറഞ്ഞില്ലേ അവൾ മകനാണെന്ന്. അത് നീ അങ്ങ് വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വൈജയെ. വൈജയന്തിക്ക് അത് കേൾക്കാൻ വയ്യായിരുന്നു. എല്ലാവരും കൂടി എന്റെ തലയിൽ കയറാണ്. എനിക്കിനി ഈ വിവാഹമേ വേണ്ടായിരുന്നു. ഞാൻ 100 വട്ടം അമ്മയോട് പറഞ്ഞതല്ലേ എനിക്ക് ബാലചന്ദ്രനെ വേണ്ടെന്ന്. എന്നിട്ടും എന്റെ തലയിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ബാലചന്ദ്രനെ അങ്ങ് കെട്ടിവെച്ചു. ഇപ്പോ ഞാൻ അതല്ലേ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തശ്ശിക്കും ദേഷ്യം വന്നു. എടി, നീ ചെയ്ത തെറ്റിന് നിനക്ക് കിട്ടിയ സ്വർണ്ണക്കിണ്ണമാണത്. ഇത്രയും നല്ലൊരു ഭർത്താവിനെയും തങ്കക്കുടം പോലെയുള്ള 3 മക്കളെയും നിനക്ക് കിട്ടി. നീ പുണ്യം ചെയ്യണമായിരുന്നു. പക്ഷേ നീ ചെയ്തത് പാപമാണ്. ഇനിയും നീ ചെയ്ത പാപമൊന്നും കൂട്ടരുത്. മുത്തശ്ശിയുടെ വാക്കുകൾ വൈജയന്തിയുടെ ചെവിയിൽ കൊണ്ടില്ല. എന്തായാലും ഞാൻ ഇതിനൊരു തീരുമാനമുണ്ടാക്കും. വൈജയന്തി തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു. എങ്കിൽ ഞാൻ കൊല്ലപ്പള്ളിയിലേക്ക് അങ്ങ് പോവും. അവിടെ ആവുമ്പോൾ സ്വന്തം വീടാണെന്ന് പറയാലോ. ഇവിടെ നിന്റെ ഭർത്താവിന്റെ കാരുണ്യത്തിൽ കഴിയാനൊന്നും എനിക്ക് വയ്യ. നീ എനിക്ക് വേണ്ടി 5 പൈസ പോലും ചിലവാക്കുന്നുണ്ടോ? എല്ലാം നോക്കുന്നത് അവനല്ലേ, ആ ബാലചന്ദ്രൻ. അമ്മയുടെ വാക്ക് കേട്ട് വൈജയന്തി ദേഷ്യത്തോടെ മുഖം തിരിച്ചു. അന്തരീക്ഷം ഇത്രയൊക്കെ കലുഷിതമാകുമ്പോഴും ഒരിടത്ത് സന്തോഷം അലയടിക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി ഫോണുമായി വീണ്ടും ബാലചന്ദ്രനെ വിളിച്ചു. ഹലോ സർ, അലീന ചേച്ചി അവിടെയില്ലേ? എനിക്ക് അലീന ചേച്ചിയോടൊന്ന് സംസാരിക്കണം. ഒരു സന്തോഷ വാർത്തയുണ്ട്. ബാലചന്ദ്രൻ ചിരിച്ചു. അലീന താഴെയാണ്, ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കാം. നീ പേടിക്കണ്ട, അലീന ഇവിടെ സുരക്ഷിതയാണ്. അവൾ ഇനി എന്റെ മകളാണ്. ബാലചന്ദ്രൻ ബെല്ലടിച്ച് അലീനയെ മുകളിലേക്ക് വിളിപ്പിച്ചു. ബെല്ലടി കേട്ടപ്പോൾ വൈജയന്തിന്റെ നെഞ്ചിലാണ് ആ അടി കൊണ്ടതുപോലെ തോന്നിയത്. അലീന മുറിയിലേക്ക് കടന്നു വന്നു. മോളെ, നിന്റെ അനിയത്തി രേവതിക്കുട്ടി വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അലീന ആവേശത്തോടെ ഫോൺ വാങ്ങിച്ചു. ഹലോ രേവതിക്കുട്ടി. ഹായ് ചേച്ചി. ചേച്ചി അവിടെ ഒത്തിരി അനുഭവിക്കുന്നുണ്ടല്ലേ? ഞാൻ എല്ലാം അറിഞ്ഞു. പക്ഷേ ഇപ്പൊ സന്തോഷായില്ലേ? ബാലചന്ദ്രൻ സാറിനെ പോലൊരു അച്ഛനെ ചേച്ചിക്ക് കിട്ടിയില്ലേ? രേവതിക്കുട്ടിയുടെ ശബ്ദത്തിൽ സന്തോഷം നിറഞ്ഞു നിന്നു. അതെ, അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. ചേച്ചി, മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. രേവതിക്കുട്ടി പറഞ്ഞു നിർത്തി. ആ വാർത്ത എന്താണെന്നറിയാൻ അലീന കാതോർത്തു. അവളുടെ ജീവിതത്തിൽ ഇനിയും നല്ലതേ സംഭവിക്കൂ എന്ന സൂചനയുടെ പ്രതീക്ഷയുടെ പുതിയ വെളിച്ചം അവിടെ തെളിയുകയായിരുന്നു. രേവതിക്കുട്ടി ഹയർ സ്റ്റഡീസിന് പോയി എന്നും പുതിയ കോളേജിൽ അഡ്മിഷൻ എടുത്തു എന്ന കാര്യമെല്ലാം തന്നെ അലീനയെ അറിയിക്കും. എന്നാൽ ഇത് കേൾക്കുന്നതോടുകൂടെ തന്നെ അലീനയ്ക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. മോള് പഠിച്ച് വലിയൊരു നിലയിൽ എത്തണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന രേവതിക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഫോൺ വെച്ചതിന് ശേഷം അലീന ഈ ഒരു കാര്യം ബാലചന്ദ്രനോടും പറയുന്ന സമയത്തിന് ബാലചന്ദ്രന് ഒരുപാട് സന്തോഷമായിരിക്കും. എന്നാൽ ബാലചന്ദ്രൻ അലീനയെ മകളായി അംഗീകരിച്ചത് കൊണ്ട് തന്നെ രേവതിക്കുട്ടിക്ക് കിട്ടുന്നതിനേക്കാൾ ഒരുപാടധികം സൗഭാഗ്യം അലീനക്കു നേടിക്കൊടുക്കണമെന്നായിരിക്കട്ടെ ബാലചന്ദ്രന്റെ മനസ്സിൽ. അലീനയുടെ പഠിത്ത കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കുന്ന സമയത്ത് തന്നെ അലീന +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അത്യാവശ്യം നല്ല മാർക്കോട് കൂടെ തന്നെ ബികോം കംപ്ലീറ്റ് ആക്കിയ അലീനയ്ക്ക് തന്റെ ജ്വല്ലറിയിൽ തന്നെ നല്ലൊരു സ്ഥാനം കൊടുക്കാമെന്ന് ബാലചന്ദ്രൻ തീരുമാനിക്കുകയാണ്. എന്നാൽ ഈ വിവരം വീട്ടിലറിയുന്നതോടുകൂടെ തന്നെ എല്ലാവരും അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ ഉറച്ച തീരുമാനത്തിലായിരിക്കും. അലീന തന്റെ കൂടെ ജ്വല്ലറിയിലേക്ക് വരുവാണെങ്കിൽ പകുതി ഭാരം തന്റെ കുറഞ്ഞു കിട്ടുമെന്നും അക്കൗണ്ട് സെക്ഷനും കാര്യങ്ങളൊക്കെ അലീന നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യുമെന്ന കാര്യമെല്ലാം തന്നെ ബാലചന്ദ്രൻ അറിയാമായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ മുൻകൈയെടുത്തുകൊണ്ട് തന്നെ അലീനക്ക് തന്റെ സ്ഥാപനത്തിൽ പുതിയ നല്ലൊരു അധികാരം തന്നെ നേടിക്കൊടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.